BMC Sport News. നമസ്കാരം, BMC സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചികിത്സാ പിഴവ് മൂലം ചലനശേഷി നഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന ബഹ്റൈൻ പ്രവാസിയായ രഞ്ജുവിന്റെ ദയനീയ ജീവിതം തുടരുന്നു. 2020 ജൂലൈ മാസത്തിലാണ് ബഹ്റൈനിലെ സുഹൃത്തിന്റെ അച്ഛന് രഞ്ജു കരള് ദാനം ചെയ്തത്. ഇതിനു പിന്നാലെ പക്ഷാഘാതം വന്ന് കഴുത്തിന് താഴേക്ക് ചലനമറ്റ രഞ്ജു കിടപ്പിലായി. കുടുംബാംഗങ്ങളായി മറ്റാരുമില്ലാത്ത രഞ്ജുവും സഹോദരി രശ്മിയും ചികിത്സയ്ക്കും മരുന്നിനും പോലും പണം കണ്ടെത്താനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. 2020 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ സുഹൃത്തിന്റെ പിതാവ് രക്ഷപ്പെട്ടെങ്കിലും രഞ്ജുവിന്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെടുകയായിരുന്നു. ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ദുരിതത്തിലായ ഈ 45-കാരന് ഇതിനിടെ ന്യൂമോണിയ ബാധിച്ചതോടെ സംസാരശേഷിയും നഷ്ടമായി. രഞ്ജുവിന്റെ ചികിത്സയ്ക്കായി ആകെയുണ്ടായിരുന്ന സ്വത്തായ ആറ്റിങ്ങൽ മാമത്തെ വീട് വിൽക്കുകയും ചെയ്തു. സഹോദരിയുടെ സമ്പാദ്യവും സുമനസ്സുകളുടെ സഹായവുമെല്ലാമായി 1,65,00,000 രൂപയാണ് ഇതിനകം ചികിത്സയ്ക്കായി ചെലവായത്. ചികിത്സാ സമയത്തെ ആദ്യ ആശുപത്രി ബില്ല് കരൾ സ്വീകരിച്ച സുഹൃത്ത് അടച്ചെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാതെയായി എന്നാണ് രശ്മി പറയുന്നത്. മൂക്കിലൂടെ ട്യൂബിട്ടാണ് രഞ്ജുവിനിപ്പോൾ ഭക്ഷണം നൽകുന്നത്. ഒരു ദിവസത്തെ ചികിത്സയ്ക്കായി 5,000 രൂപ വരെ ചിലവാകുമെന്നും രശ്മി പറയുന്നു. ചികിത്സാർത്ഥം ഇരുവരും ഇപ്പോൾ എറണാകുളം ഇടപ്പള്ളിയിലാണ് താമസം. ചികിത്സാ പിഴവ് കാണിച്ച് രശ്മി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിയിൽ കേരള സർക്കാർ അന്വേഷണത്തിനും ഉത്തരവിട്ടു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അന്വേഷണ സംഘം മൊഴിയെടുക്കുകയും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സഹോദരനെ പരിചരിക്കുന്നതിനിടയിൽ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലിക്ക് ലഭിക്കുന്ന പ്രതിഫലം മാത്രമാണ് ഇരുവർക്കും ആകെയുള്ള വരുമാനം. നന്മയും കാരുണ്യവുമുള്ള സുമനസ്സുകളുടെ സഹായം കാത്തിരിക്കുകയാണ് ഇരുവരും. മനുഷ്യസ്നേഹവും ഉറവ വറ്റാത്ത നന്മയും മൂലം ദുരിതത്തിലായ രഞ്ജു എന്ന ചെറുപ്പക്കാരനെ നമുക്കും സഹായിക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ആറ്റിങ്ങൽ ശാഖയിലെ രശ്മിയുടെ അക്കൗണ്ടിലേക്ക് രഞ്ജുവിന്റെ ചികിത്സയ്ക്കായുള്ള സഹായധനം എത്തിക്കാവുന്നതാണ്. രശ്മിയാർ അക്കൗണ്ട് നമ്പർ 01114500109508 IFSC SIBL 000014. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആറ്റിങ്ങൽ ബ്രാഞ്ച് ട്രിവാൻഡ്രം. ജിപേ 9534390122. BMC സ്പോർട്ട് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. നന്ദി, നമസ്കാരം. BMC Sport News.